ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വെങ്ങാനൂർ ശ്രീ മഹാത്മാ അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപത്തിലാണ്. വരുന്ന 18-ാം തീയതി മഹാത്മാവിൻ്റെ സ്മൃതി ദിനാചരണമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഇനി നമുക്കിതിനെ അനുബന്ധിച്ച് നമുക്ക് സെക്രട്ടറിയോട് സംസാരിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് സാധുജന പരിപാലന കേന്ദ്രത്തിൻ്റെ ഓഫീസിലാണ്. ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിനെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി. എൻ്റെ പേര് സുരേഷ് ദേവി. ഞാൻ സാധുജന പരിപാലന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മഹാത്മാ അയ്യങ്കാളി 1907 രൂപീകരിച്ച സാമൂഹിക സംഘടനയാണ് സാധുജന പരിപാലന സംഘം. ഇതിൽ 9 ജില്ലകളിൽ പ്രവർത്തനങ്ങളുണ്ട്. സംസ്ഥാന കമ്മിറ്റി, താലൂക്ക് കമ്മിറ്റി, കരയോഗ കമ്മിറ്റി എന്നുള്ള ഘടകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. വർഷങ്ങളായി, 84 വർഷങ്ങളായി മഹാത്മാവ് നമ്മളെ വിട്ടുപോയിട്ട്. അപ്പോൾ ഈ 84ാമത്തെ വർഷവും ഈ സംഘടന ഏകദേശം 118 വർഷങ്ങളോളമായി ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. കുറച്ച് നാൾ ഈ സംഘടന പ്രവർത്തനമൊക്കെ രഹിതമായി കടന്ന സംഘടനയെ മഹാത്മാവിൻ്റെ മകൻ്റെ മകൻ ശ്രീ ശശിധരൻ അദ്ദേഹമാണിത് രജിസ്ട്രേഷൻ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് നല്ല രീതിയിൽ മഹാത്മാ അയ്യങ്കാളി എങ്ങനെയാണോ ഈ സംഘടനയെ കണ്ടത് അതേ രീതിയിലുള്ള സാമൂഹിക ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ജാതി മത ഉപജാതി ചിന്തകൾക്കപ്പുറത്ത് എല്ലാ സാധുക്കളായ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഇനിയും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാത്മാവിൻ്റെ 84ാമത് ചരമവാർഷികം ഈ വരുന്ന ജൂൺ 18-നാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് തിരുവനന്തപുരം MP ആയ ശ്രീ ശശി തരൂരാണ്. ഈ ദിവസത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ പേരിലുള്ള സാധുജന പരിപാലന സംഘം ഏർപ്പെടുത്തിയ പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം കേരളത്തിൻ്റെ യുവജനതയുടെ ഹരമായ ഹിരൺദാസ് മുരളി വേടനെ ഈ മണ്ണിൽ വെച്ച് തന്നെ നമ്മൾ ആ പുരസ്കാരം സമ്മാനിക്കുന്നതാണ്. അന്നേ ദിവസം രാവിലെ വേടൻ ഹിരൺദാസ് മുരളി ഇവിടെ വരികയും മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ സാധുജന പരിപാലന സംഘം ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നതാണ്. ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധിയും മഹാത്മാ അയ്യങ്കാളിയും ഒത്തുകണ്ടത്. ഇവിടെ വെച്ചാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ കർഷക സമരം തുടങ്ങിയത്. ഗൈസ്, അതുപോലെ തന്നെ ശ്രീ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുഴിച്ചൊരു കിണർ ഇവിടെയുണ്ട് കുടിവെള്ളത്തിന് വേണ്ടി. ഞാൻ അത് കാണിച്ചു തരാം. ഇതാണ് ആ കിണർ, കുടിവെള്ളത്തിന് വേണ്ടി ശ്രീ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുഴിച്ച കിണർ. കാണുന്നതാണ് സ്മൃതി മണ്ഡപം. ഗൈസ്, ഇവിടെ ശ്രീ മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. അതിന് അങ്ങോട്ട് ഓഫീസിൻ്റെ അകത്താണ്. ഞാൻ അങ്ങോട്ട് ചെന്ന് കാണിച്ചു തരാം. ഈ ചിത്രത്തിനെ കുറിച്ചൊന്ന് സംസാരിക്കും. ഇത് 1996 മധുസൂദനൻ എന്ന് പറയുന്ന വെങ്ങാനൂരിലെ സ്കൂളിൽ പഠിക്കുന്ന സാറ് വരച്ചിട്ടുണ്ട്. 96 അദ്ദേഹം ഒരു മഹാത്മാവിനെ കുറിച്ചൊരു സിനിമ, ഒരു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിൽ തന്നെയുള്ള ഒരു ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന സാറാണ്. പിന്നീട് അദ്ദേഹം വെങ്ങാനൂർ ഹൈസ്കൂളിലെ HM ആയിട്ട് പ്രൊമോഷനായി പോയി. അപ്പോൾ അദ്ദേഹം വയസ്സായി, പ്രായാധിക്യമുണ്ട്, വീട്ടിലാണ്. അദ്ദേഹം അന്ന് വരച്ച മഹാത്മാവിൻ്റെ യഥാർത്ഥ ഫോട്ടോ നോക്കി വരച്ചതാണ്. ഇതാണ് യഥാർത്ഥ രൂപം. ഇന്ന് മറ്റു കാണുന്നതൊക്കെ മറ്റു പലരും വരച്ച ചിത്രങ്ങളാണ്. ഇത് പ്രജാസഭയിലേക്ക് പോകുന്ന സമയത്ത് ചെയ്ത ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫോട്ടോ നോക്കി വരച്ചതാണ്.
അപ്പോൾ ഗൈസ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.